എനിക്ക് പേടിയാവുന്നളിയാ, എനിക്ക് നാട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാവുന്നു. ബിരിയാണിക്കൊപ്പം സലാഡ് കിട്ടാത്തതിന് ഒരു കല്യാണ വീട്ടിൽ കൂട്ടത്തല്ല് നടന്ന വാർത്ത പറഞ്ഞിരുന്നു. ചവിട്ടും അടിക്കും, അത് എന്റെ കുഴപ്പമില്ല, അതെന്റെ നാടിന്റെ കുഴപ്പമാണ്. കൊല്ലത്ത് കൂട്ടിക്കടയിൽ വിവാഹ സൽക്കാരത്തിന് ശേഷം ബിരിയാണിക്കൊപ്പം സലാഡ് കിട്ടാത്തതിനെ തുടർന്ന് കേറ്ററിംഗ് തൊഴിലാളികൾ തമ്മിലുണ്ടായ തർക്കം കൂട്ടയടിയിൽ കലാശിക്കുകയായിരുന്നു. എന്താ ജയ്സ ഇത്? എല്ലാ പ്രശ്നത്തിലും നീ ഉണ്ടല്ലോ. അടികൾ പലവിധം. പൂരത്തിനടി, ഉത്സവത്തിനടി, പെരുന്നാക്കടി, ഗാനമേളക്കടി, തിയേറ്ററിലടി, പിന്നെ വെറുതെ വരുന്നടി. വിവാഹത്തിനെത്തിയ വധുവും വരനൊക്കെ ഭക്ഷണം കഴിച്ചുപോയി, അതിഥികൾ ഭക്ഷണം കഴിച്ചുപോയി. അതിനുശേഷം ഈ കാറ്ററിംഗിനെത്തിയ തൊഴിലാളികൾ തമ്മിലായിരുന്നു ഈ കൂട്ടത്തല്ല് നടന്ന. അവർ കണ്ണടിച്ചാൻ പൊളിക്കുന്നുണ്ട്. സത്യമായിട്ട് അടിക്കട്ടെ, നമുക്ക് സംസാരിച്ച് തീർക്കാം. അതെങ്ങനെ സംസാരിച്ചാ തീരുന്ന പ്രശ്നമല്ലല്ലോ ഇത്. കാര്യം ചോദിച്ചപ്പോ മുറുക്ക് തരാത്തേന്, വള ഒടിഞ്ഞേന്, മോതിരെടുത്തോണ്ട് ഓടിയേന്. എന്താടാ ഇത്? എല്ലാത്തിനും കുത്തും ഞാൻ. 4 മാസമായിട്ട് കത്തിക്ക് റെസ്റ്റാണ്, ഇനി റെസ്റ്റ് കൊടുക്കൂല. രണ്ടാമതിരുന്ന തൊഴിലാളികൾക്ക് ആദ്യം ഇരുന്ന ആളുകൾ സാലഡ് വിളമ്പിയിട്ടില്ല എന്ന പേരിലുള്ള ഒരു തർക്കം അത് തല്ലിലേക്ക് എത്തുന്നു. രണ്ടിനൊന്നും അറിയണമല്ലോ അല്ലേ? പിന്നെ ബാബു ഇനി ഒന്നും നോക്കണ്ട, കാലെടുക്കല്ല. കൂട്ടത്തല്ലിലേക്ക് എത്തുന്നു. അത് പാത്രങ്ങൾ എടുത്തെറിയുന്നു. അതിൽ ബിരിയാണികൾ പോലും എയറിലേക്ക് എത്തുന്നു. അങ്ങനെ ചിക്കൻ കാല് കൊണ്ട് വരെ അടിയായി എന്നാണ് പറഞ്ഞത്. എന്റെ പൊന്നടാവേ, ഇവനെ കണക്കൊരു സൈക്കോ ഞങ്ങളുടെ നാട്ടിൽ വേറെ ഇല്ല. നിന്റെ കുഞ്ഞമ്മയുടെ മകൻ അട്ടപ്പാടി അഴകേശം വരാതിരുന്നത് നന്നായി. അതെന്താ? വന്നിരുന്നെങ്കിൽ പൊട്ടക്കണ്ണനായിട്ട് തിരിച്ചു പോകേണ്ടി വന്നേനെ. ഇതെന്ത് ഈ രൂപത്തില്? എപ്പോഴും അടി നടക്കണ തലമല്ലേ, വേറെ രൂപത്തിലാവണ്ടെന്ന് കരുതിയാണ് ഞാൻ ഈ രൂപത്തിലായത്. ഒരു സേഫ്റ്റിക്ക്. ഇതാ പറയുന്നത്, പ്രാന്തുള്ളവർക്കും ധൈര്യമുള്ളവർക്കും ഒന്നിനെയും പേടിക്കണ്ട. വലിയൊരു ചീത്തപ്പേരാണ് ഈ കൊല്ലം തട്ടാമല ഭാഗത്തേക്ക് ഈ കല്യാണത്തിന്റെ പേരിൽ, അതും ബിരിയാണിക്ക് സാലഡ് കിട്ടാത്തതിന്റെ പേരിൽ അടിയിൽ ഉണ്ടായിരിക്കുന്നത്. അല്ലേലും ഞാനിവിടെ ഒരുമാതിരി നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുണ്ട്. തെമ്മാടിത്തരം കാണിക്കുന്നതിന് ഒരു അതിരില്ലേ? നമ്മുടെ വില നമ്മൾ തന്നെ കളഞ്ഞു കുളിച്ചില്ലേ? മനുഷ്യന് വഴി കൊണ്ട് നടക്കാൻ മേലുണ്ടായല്ലോ. കുടിക്കുക, തല്ലും പിടി ഉണ്ടാക്കുക, കഞ്ഞിയിൽ മുക്കി തേച്ച് വടി പോലെ ആക്കിക്കൊടു. എന്നിട്ട് വേണം അത് വെച്ച് അടിച്ചെന്നെ നിറകം തന്നെ പൊട്ടിക്കാൻ. ഇപ്പൊ തന്നെ പൊളിക്കട്ടാ. പറഞ്ഞതാ. അങ്ങനെ പപ്പടം, ലേസ്, പൊറോട്ട, ബിരിയാണിക്കൊപ്പമുള്ള സലാഡ്. സർ, ഈ കാണുന്നതല്ല എന്റെ ലൈഫിലെ മേജർ ആക്സിഡന്റ്സ്. ഇതെന്തോടോ കമ്മിങ് സൂൺ? അതെ, ഇനി വരാനിരിക്കുന്ന ആക്സിഡന്റിന്റെ ഫോട്ടോസ് ഒട്ടിക്കാനുള്ള സ്ഥലമാണിത്. കമ്മിങ് സൂൺ. 12 മണിക്ക് വന്നതാണേ, മാമനോടൊന്നും തോന്നില്ലേ?